മുറപ്പെണ്ണ്. രചനാ സംഭാഷണ മൈഥിലി മിത്ര. ഭാഗം 49. സത്യം, അല്ലാതെ നിന്നെപ്പോലെ കള്ളം പറയാൻ എനിക്കറിയില്ലല്ലോ പങ്കു. ശാന്തതയായിരുന്നു അവളുടെ വാക്കുകളിൽ മുഴുവനും. കൊടുങ്കാറ്റിന് മുൻപുള്ള വല്ലാത്തൊരു പേടിപ്പെടുത്തുന്ന ശാന്തത. അതല്ലടി, ഞാനുണ്ടല്ലോ. പേടിച്ചവനെന്തോ പറയുവാനായി തുടങ്ങിയതും അവൾ വലങ്കൈ കാട്ടി ആ സംസാരത്തെ തടഞ്ഞു. ശേഷം കയ്യിലിരിക്കുന്ന ഫോണിൻ്റെ ലോക്ക് മാറ്റി അതിലെ വാട്സപ്പ് തുറന്ന് ആരോ അയച്ചു കൊടുത്ത ഒരു ഫോട്ടോ സൂം ചെയ്ത് അവൻ്റെ നേർക്ക് പിടിച്ച് കാണിച്ചു കൊടുത്തവൾ. അയച്ചു കൊടുത്ത ഒരു ഓഫീസ് സ്റ്റാഫായ ജിബിൻ്റെ പേര് മനഃപൂർവ്വം മറച്ചു പിടിക്കാനും ചുമ്മാ അപ്പോൾ മറന്നില്ല. ഡ്യൂട്ടിക്ക് പോകാതെ ബി മാളിൽ കൂടി തീരാപ്പാര നടക്കുന്ന നമ്മുടെ സ്വന്തം മാൻവി കൃഷ്ണ എന്നൊരു ക്യാപ്ഷനോടുകൂടി ചുമ്മുവിൻ്റെ ഫോണിൽ വന്ന് കിടക്കുന്ന തൻ്റെ ഫോട്ടോ. അത് കണ്ടതും പൊടുന്നനെ അവൻ വിളറി വെളുത്തുപോയി. ആരറിയരുതെന്ന് താൻ വിചാരിച്ചോ ആ ആൾ തന്നെ തൊണ്ടി സഹിതം പിടിച്ചിരിക്കുന്നു. ഇതിലും ഭേദം വല്ല ട്രെയിനിലും വെക്കുന്നതായിരുന്നു. ഒറ്റയടിക്കങ്ങ് ജീവൻ പോയേനെ. ഇതിപ്പോൾ ഒന്നില്ലാതാകണമെങ്കിൽ പോലും അപ്പുറത്തിരിക്കുമ്പോൾ കനിയണം. ഹോ, അൺസൈക്കബിൾ. ആരാണോ ഈ ചതി എന്നോട് ചെയ്തത്? അവൻ ഒരിക്കലും നന്നാവില്ല. പങ്കു മനസ്സിൽ കരഞ്ഞു. മുഖത്ത് ദയനീയ ഭാവം വരുത്തിക്കൊണ്ട് അവളെ തന്നെ നോക്കിയിരിക്കുമ്പോൾ എങ്ങനെ രക്ഷപ്പെടും എന്നൊരു ചിന്തയായിരുന്നു അവൻ്റെ ഉള്ളിൽ. ഇത് ഇന്നത്തെ ഫോട്ടോ തന്നെയാ പങ്കു. നോക്ക്, നീ ഇപ്പോൾ ഇട്ടിരിക്കുന്ന ഈ ഡ്രസ്സ് പോലും സെയിം ആടാ. അതീവ നിഷ്കളങ്കതയോടെ ഫോണിലെ അവൻ്റെ ഫോട്ടോയിലേക്കും പിന്നീട് മുൻപിലിരിക്കുന്ന പങ്കുവിൻ്റെ മുഖത്തേക്കും ചുമ്മാ മാറി മാറി നോക്കി. അതും കൂടെ കേട്ടപ്പോഴേക്കും സിംഹത്തിൻ്റെ മുൻപിൽ അകപ്പെട്ട മുയൽ കുഞ്ഞിനെ പോലെ അവൻ പേടിച്ചു വിറച്ചു. ഒറ്റയടിക്ക് വിഴുങ്ങുവോ? അതോ പതിയെ പതിയെ ചവച്ചു തിന്നുവോ? അതോ ഇനി കുറേ നേരം കൂടി തന്നെ തട്ടിക്കളിച്ച് മടുത്തു കഴിയുമ്പോൾ ഭക്ഷിക്കുവോ? അവസാനമായി അതുമാത്രം അറിഞ്ഞാൽ മതിയെന്നായി പങ്കുവിന്. എന്തായാലും മണി മുഴങ്ങിയിട്ടുണ്ട്. ചെക്കൻ ഇരുന്ന് വെട്ടി വിയർത്തു. എടീ, അത് പിന്നെ ഞാനേ എന്തൊക്കെയോ പറയണമെന്നുണ്ടെങ്കിലും അവൻ്റെ വാക്കുകൾ തൊണ്ടയിൽ കുരുങ്ങി. ഈ പെണ്ണിനെയും എൻ്റെ ഉത്തമനായ ഏട്ടനെയും കൂടി ഒന്നിപ്പിക്കാൻ വേണ്ടി ചെയ്തു പോയതാ. ഇതിപ്പോൾ എനിക്ക് തന്നെ ശവക്കുട്ടി തോണ്ടിയതുപോലെയായി. ഇനി നീ കൂടുതൽ കിടന്ന് ഉരുണ്ട് കളിക്കണ്ട. നീ കള്ളം പറഞ്ഞത് ഞാനങ്ങ് ക്ഷമിച്ചു. പക്ഷേ എനിക്കിട്ട് പണി തന്നത് അങ്ങനെ മറക്കാൻ പറ്റുമോ പങ്കുവേ? ചോദ്യം വളരെ ശാന്തമായിരുന്നെങ്കിലും അവളുടെ ശബ്ദത്തിലെ ഭീകരത പങ്കുവിൽ വീണ്ടും ഒരു ഞെട്ടൽ സൃഷ്ടിച്ചു. എടി, അറിയാതെ ചെയ്തതാടി. ഒന്നും ചെയ്യല്ലേടി. എനിക്കൊരു തെറ്റ് പറ്റിപ്പോയതാടി. എൻ്റെ സ്വാർത്ഥത കൊണ്ട് ചെയ്തു പോയതാ. എൻ്റെ പൊന്നു മോളെ, എന്നെ വെറുതെ വിടടി ചക്കരെ. നീ അറിഞ്ഞുകൊണ്ട് എൻ്റെ മേലെ കൈവച്ചാലേ ഞാനങ്ങ് ഇല്ലാണ്ടാവോടി. പാവല്ലേടി നിൻ്റെ പങ്കു. ഒന്നും ചെയ്യല്ലേടി ഈ പാവത്തിനെ. ഒന്നും അല്ലേലും കുഞ്ഞല്ലേടി ഞാൻ. പേടിച്ചിട്ട് എന്തോ പറയേണ്ടത് പോലും അവനപ്പോൾ അറിയില്ലായിരുന്നു. ആഹാ, അപ്പോൾ ദ ഗ്രേറ്റ് മാൻവി കൃഷ്ണയ്ക്ക് ചെയ്തത് നല്ല തരമാണെന്നറിയാം അല്ലേ? കാലിന് മുകളിൽ മറുകാലെടുത്തു വെച്ചുകൊണ്ട് അവൾ ആ കസേരയിൽ ഒന്ന് ഇളകിയിരുന്നു. സോറിഡി, അത് പിന്നെ നീയും കണ്ണേട്ടനും കൂടി ഇങ്ങനെ രണ്ട് ധ്രുവങ്ങളിൽ ഇരുന്നാൽ ശരിയാവില്ലെന്ന് എനിക്ക് തോന്നി. അതുകൊണ്ടാടി, അല്ലാതെ നിന്നെ വേദനിപ്പിക്കാൻ വേണ്ടിയല്ല. നീ എന്നെ എന്തു വേണേലും ചെയ്തോ. എന്നാലും നിങ്ങളിങ്ങനെ ശത്രുക്കളെ പോലെ നടക്കുന്നത് കാണുമ്പോൾ എനിക്ക് സങ്കടാ ചുമ്മുവേ. അവൻ പറഞ്ഞുകൊണ്ട് മെല്ലെ തല കുനിച്ചു, അവളിൽ നിന്നും എന്തും പ്രതീക്ഷിച്ചുകൊണ്ട്. പക്ഷെ കുറേ സമയം കഴിഞ്ഞിട്ടും ഒന്നും സംഭവിക്കുന്നില്ലെന്ന് കണ്ടതും അവൻ മെല്ലെ തല ഉയർത്തി മുന്നിലിരിക്കുന്നവളെ പാളി നോക്കി. തന്നെ ഉറ്റുനോക്കി കൈകൾ രണ്ടും നെഞ്ചിനു മുകളിൽ പിണച്ചു വെച്ചുകൊണ്ട് വളരെ സമാധാനത്തിലിരിക്കുകയാണ് ചുമ്മു. അവൻ അമ്പരപ്പ് തോന്നി. പക്ഷെ പെണ്ണിൻ്റെ മുഖം ഗൗരവത്തിലാണെങ്കിലും ആ കണ്ണുകളിൽ സങ്കടത്തിൻ്റെ ചുവപ്പുരാശി പടർന്നത് അവൻ പൊടുന്നതിനെ ശ്രദ്ധിച്ചു. പങ്കുവിന് അത് കണ്ടതും സഹിക്കാനായില്ല. അവൻ മുന്നോട്ടേക്കാഞ്ഞ് പെണ്ണിൻ്റെ കയ്യിൽ കടന്നു പിടിച്ചു. സോറിയടി, നിനക്കെന്തു പറ്റി? അവൻ്റെ നോട്ടം അപ്പോഴും ചുവപ്പ് നിറം പടർന്ന അവളുടെ കണ്ണുകളിലേക്കായിരുന്നു. പങ്കു, അവൻ്റെ വെപ്രാളവും ആവലാതിയും കണ്ടിട്ടാവാം ചുമ്മാ അവൻ്റെ കയ്യിൽ കടന്നു പിടിച്ചത്. എന്താടി? അത്രമേൽ ആദിയോടെ ആയിരുന്നു പങ്കുവിൻ്റെ ചോദ്യം.
ഇഷ്ടവും സ്നേഹവും ഒക്കെ ഒരേ വീട്ടിൽ ഒരുമിച്ച് താമസിക്കുന്ന ഒരാളോട് തോന്നാൻ പങ്കു. പക്ഷേ പ്രണയം എന്നൊക്കെ പറയുന്നത് അങ്ങനെ തോന്നേണ്ട ഒന്നാണോ? അങ്ങനെയെങ്കിൽ എന്തുകൊണ്ട് നമുക്കിടയിൽ പ്രണയം വന്നില്ല? ചോദിച്ചുകൊണ്ട് അവൻ്റെ കണ്ണുകളിലേക്ക് അവൾ ഉറ്റുനോക്കി. എടി ഞാൻ കുറുക്കിക്കൊള്ളുന്ന ആ ചോദ്യത്തിന് മുൻപിൽ അവൻ തളർന്നുപോയി. ശരിയാണ്, ആ വീട്ടിൽ ഏറ്റവും കൂടുതൽ സമയം ഒരുമിച്ച് ചെലവഴിക്കുന്നത് തങ്ങളാണ്. കഴിക്കുന്നതും അങ്ങനെ തന്നെ. എന്തിനേറെ പറയുന്നു, മുതിർന്നിട്ട് പോലും വേറെ വേറെ കിടപ്പുമുറികൾ തങ്ങൾക്കുണ്ടായിട്ടും ഇപ്പോഴും ഒരുമിച്ചാണ് ഉറക്കം പോലും. കുഞ്ഞിലെ ഒരേ ക്ലാസ്സിൽ ഒരുമിച്ചിരുന്ന് പഠിക്കാൻ വേണ്ടി മാത്രം 1 വയസ്സിന് മൂത്തവനായ താൻ മനഃപൂർവ്വം ചുമ്മുവിൻ്റെ ക്ലാസ്സിൽ പോയി ചേർന്നു. അവളോട് സ്നേഹമാണ്, അളവില്ലാത്ത രീതിയിലുള്ള ഇഷ്ടമാണ്. തൻ്റെ മുറപ്പെണ്ണാണെങ്കിൽ പോലും ഒരു സഹോദരിയെപ്പോലെ മാത്രമാണ് താൻ കണ്ടിട്ടുള്ളതും. അതിലും ഉപരി അവൾ എൻ്റെ സുഹൃത്താണ്, തൻ്റെ മനസാക്ഷി സൂക്ഷിപ്പുകാരി. പക്ഷേ അവളോട് പ്രണയം മാത്രം തോന്നിയിട്ടില്ല. പങ്കു ചിന്തിച്ചു കൂട്ടി. കുറേ നേരം ഇരുന്ന് ഒരുമിച്ചിരുന്ന് സംസാരിച്ചുകൊണ്ടോ ഒരുമിച്ച് കിടന്നുറങ്ങിയത് കൊണ്ടോ ഒന്നും ആർക്കും ആരോടും പ്രണയം തോന്നില്ലടാ. പിന്നെ നിൻ്റെ ഏട്ടൻ്റെ കാര്യത്തിൽ എനിക്കൊട്ടും തോന്നിയേയില്ല. അതെന്താണെന്ന് ഇപ്പോഴും എനിക്കറിയില്ല പങ്കു. ഒന്ന് നെടുവീർപ്പെട്ടുകൊണ്ട് അവൾ തുടർന്നു. ഈ വിവാഹം എനിക്കിഷ്ടമില്ലാതെ നടക്കുന്നതാ. എന്തിനെന്ന് ചോദിച്ചാലേ, എൻ്റെ അമ്മയ്ക്ക് വേണ്ടി, നിനക്ക് വേണ്ടി, എന്നെ സ്നേഹിക്കുന്ന എൻ്റെ വീട്ടുകാർക്ക് വേണ്ടി, എൻ്റെ അമ്മയ്ക്ക് വേണ്ടി. ഈ കല്യാണം നടത്താൻ അവർക്കൊക്കെ അവരുടേതായ ശരികളുണ്ടാവും. അവർക്ക് വേണ്ടി സമ്മതിച്ച് എനിക്ക് എൻ്റേതായ ശരികളും. വളരെ ഗൗരവത്തോടെ ഒരു തത്വജ്ഞാനിയെപ്പോലെ ചുമ്മാ സംസാരിക്കുന്നത് ഒട്ടൊരു കൗതുകത്തോടെ പങ്കു കേട്ടിരുന്നു. ചിലപ്പോഴെങ്കിലും എനിക്ക് തോന്നാറുണ്ട് പങ്കു, എത്രയൊക്കെ തൻ്റെടിയാണ് ഞാനെങ്കിലും എൻ്റെ ജീവിതം തീരുമാനിക്കുന്നത് എനിക്ക് ചുറ്റുമുള്ളവരാണെന്ന്. എൻ്റെ നിസ്സഹായതയും എൻ്റെ ധൈര്യമൊക്കെ നിങ്ങളാടാ, അല്ലെങ്കിൽ ഞാനൊന്നുമല്ല. നിങ്ങളുടെ ആരുടെയും കണ്ണ് നിറയുന്നതും എനിക്കിഷ്ടമല്ല. അതുകൊണ്ട് മാത്രമാണ് നിൻ്റെ കണ്ണേട്ടനെ വിവാഹം കഴിക്കാൻ ഞാൻ തീരുമാനിച്ചത് പോലും. അല്ലാതെ പ്രണയം ഉണ്ടായിട്ടോ ഇഷ്ടമുണ്ടായിട്ടോ പൊരുത്തം ഉണ്ടായിട്ടോ ഒന്നുമല്ലടാ. അവളുടെ വാക്കുകൾക്ക് വല്ലാത്ത മൂർച്ചയായിരുന്നു. പങ്കു അവൾക്കുള്ള മറുപടിയൊന്നും നൽകിയില്ല. നിസ്സഹായതയോടെ കുറ്റബോധത്തോടെ അവളെ കേട്ടിരുന്നു എന്ന് മാത്രം. അതുകൊണ്ട് ഇനിയെങ്കിലും ഈ വെക്ഷം കെട്ടലൊക്കെ മാറ്റിവെക്കാൻ നോക്ക്. തല്ലിപ്പഴുപ്പിക്കാൻ ആരെ കൊണ്ടും പറ്റില്ല പങ്കു. അത്രയും കൂടി അവസാനമായി പറഞ്ഞിട്ട് അവൾ അവിടെ നിന്ന് എഴുന്നേറ്റു. ശേഷം പങ്കുവിനെ നോക്കി ഒരു വരുത്തിയ ചിരി ചിരിച്ചുകൊണ്ട് ഓഫീസ് ലക്ഷ്യമാക്കി നടന്നു. അതേസമയം അവൾ പറഞ്ഞ ഓരോ വാക്കുകളും മനസ്സിലിട്ട് ഒന്നും കൂടി വിശകലനം ചെയ്യുകയായിരുന്നു പങ്കു. ചുമ്മാ സമ്മതം പറഞ്ഞല്ലോ, അതുകൊണ്ട് കല്യാണം എത്രയും പെട്ടെന്ന് അങ്ങ് നടത്താം. എന്താ എല്ലാവരുടെയും അഭിപ്രായം? നാരായണിയമ്മ തനിക്ക് മുൻപിലിരിക്കുന്ന 3 മക്കളുടെയും മുഖത്തേക്ക് ഒരു ഉത്തരത്തിനായി നോക്കി. അവിടെയും നിറഞ്ഞ സന്തോഷമാണ് അറിഞ്ഞതും അവരുടെ മുഖത്ത് പൂനിലാവ് ഉദിച്ചത്ര ആനന്ദം പരന്നു. എന്നാൽ അനുമോൻ്റെ കല്യാണത്തിൻ്റെ അന്ന് തന്നെ നിങ്ങളുടെയും ഞങ്ങളങ്ങ് നടത്താൻ പോവാ. ഇത്തിരി അകന്നു മാറി നിൽക്കുന്ന കണ്ണനോടും ചുമ്മുവിനോടും അവർ അവസാനമായി ചോദിച്ചു. ഇരുവരും ഒരുപോലെ സമ്മതത്തോടെ തല കുലുക്കിയതല്ലാതെ മറ്റൊന്നും സംസാരിച്ചില്ല. എന്താ, നിങ്ങൾക്കും സമ്മതമാണല്ലോ അല്ലേ? ഹാളിൻ്റെ ഒരരികിലായി മാറി നിൽക്കുന്ന ദേവകിയും ഗിരിജയും മായയും സാവിത്രിയും തേടിച്ചെന്നു ആ ചോദ്യം. അവരും സമ്മതത്തോടുകൂടി തലയാട്ടിയതും നാരായണി തൻ്റെ ഇരിപ്പിടത്തിൽ നിന്നും എഴുന്നേറ്റ് നിന്നു. എങ്കിൽ അങ്ങനെ തന്നെ നടക്കട്ടെ. ഞാൻ കീർത്തിയുടെ വീട്ടുകാരുമായി സംസാരിച്ചോളാം. തിരുമേനിയോട് ചോദിച്ച് ഒരു നല്ല മുഹൂർത്തം കുറിപ്പിക്കണം ദേവാ നീയ്. മൂത്ത മകനോട് അത്രയും നിർദ്ദേശിച്ചതിന് ശേഷം അവർ മെല്ലെ അകത്തെ മുറിയിലേക്ക് നടന്നു. എന്താണ് പൊന്താട്ടി ഒരു മൈൻഡ് ഇല്ലാത്തത്? അത്താഴവും കഴിഞ്ഞ് പാതിരാത്രിയായപ്പോഴേക്കും പതിവ് സ്ഥലമായ ഉമ്മറത്തെ സോപാനപ്പടിയിൽ ഇരിക്കുമ്പോഴാണ് മാധവ് അവൾക്കരികിലേക്ക് ചെന്നത്. ചുമ്മാ അവനെ നോക്കിയിട്ട് വീണ്ടും പുറത്തെ ഇരുട്ടിലേക്ക് ഉറ്റുനോക്കിയിരുന്നു. ഹ, ഒരു മൈൻഡും ഇല്ലാലോ. അവളുടെ കാൽക്കലായിട്ടിരുന്നു കൊണ്ട് ചുമ്മുവിൻ്റെ പാദങ്ങളെ എടുത്ത് സ്വന്തം മടിയിലേക്ക് കയറ്റി വെച്ചവൻ. മാധവിൻ്റെ അപ്രതീക്ഷിതമായ പ്രവൃത്തിയിലൊന്ന് ഞെട്ടിയെങ്കിലും അവൾ തൻ്റെ പാദങ്ങൾ പിന്നോട്ടേക്ക് വലിക്കുവാനായി ശ്രമിച്ചു.
എങ്ങോട്ടാ എൻ്റെ ഭാര്യയെ നീ പോണേ? അവിടെ ഇരി. കണ്ണൻ പെണ്ണിൻ്റെ കാലുകളെ പിടിച്ചു വെച്ചു. എടോ വിടടോ, എൻ്റെ കാലേന്ന് വിടാൻ. അവൾ ദേഷ്യത്തോടെ പാദങ്ങൾ കുതറിച്ചെങ്കിലും കണ്ണന് മുൻപിൽ അവൾക്കൊന്ന് കാലനക്കുവാൻ പോലും കഴിഞ്ഞില്ല എന്നതാണ് സത്യം. പക്ഷേ ചുമ്മു കണ്ണു ചിമ്മി തുറക്കുന്ന വേഗതയിൽ കയ്യിലൊളിപ്പിച്ചു വെച്ച 2 പാദസരങ്ങളെടുത്ത് അവളുടെ കാലുകളിൽ മാധവ് അണിയിച്ചു കൊടുത്തു. സ്വർണ്ണമുത്തുകളും കറുത്ത മുത്തുകളും ഇടകലർത്തി പണിയിപ്പിച്ച ഒരു മനോഹരമായ സിമ്പിൾ ഡിസൈൻ. എന്താ ഈ കാട്ടണേ? പെണ്ണു ദൂരി കളയാൻ വേണ്ടി പല പ്രാവശ്യം ശ്രമിച്ചുവെങ്കിലും അവൻ്റെ കൈപ്പിടിക്കുള്ളിൽ വേദിയുടെ 2 കൈകളും അമങ്ങിയിരുന്നു. ഊരിക്കളയരുത് പ്ലീസ്. ഇന്നത്തെ ഒരു ദിവസമെങ്കിലും ഇത് നിൻ്റെ കാലിൽ കിടക്കണം. ഹാപ്പി ബർത്ത്ഡേ എൻ്റെ വേദുക്കുട്ടിക്ക്. കാതോരമായി ചെക്കൻ പിറുപിറുത്തതും അമ്പരപ്പോടെ നോക്കിയിരിക്കാൻ മാത്രമേ ചുമ്മൂനപ്പോൾ കഴിഞ്ഞുള്ളൂ. പൊടുന്നനെ മേലേടത്തെ ഹാളിൽ ആരോ വെടിവെട്ടിച്ചതുപോലെയുള്ള ഒരൊച്ച മുഴങ്ങി. മേലേടത്തെ പെൺപുലിക്ക് വേണ്ടിയുള്ള പിറന്നാൾ കേക്ക് അവിടെ എപ്പോഴേ ഒരുങ്ങിയിരുന്നു. ചുറ്റും കൂടി നിന്നവർ കണ്ണനും അവൻ്റെ വേദൂട്ടിക്കുമായി കാത്തു നിന്നു. അപ്പോൾ കാത്തിരിക്കുക കേട്ടോ. അടുത്ത പാട്ടുമായിട്ട് ഉടനെ തന്നെ വരാം. പറ്റുമെങ്കിൽ വൈകുന്നേരം ഇതിൻ്റെ ഒരു പാട്ട് കൂടി തരാൻ ഞാൻ ശ്രമിക്കുന്നതായിരിക്കും. ഉറപ്പൊന്നുമില്ല കേട്ടോ. അപ്പോൾ എല്ലാവർക്കും ബൈ ബൈ.